അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിലും നടന്നില്ല. അപ്പോൾ നടന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ NOC കൊടുക്കുക മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതിയുണ്ട്. എങ്കിൽ തന്നെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നതിനുള്ള അധികാരം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ മറ്റോ ഉള്ള ഒരു BJP നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും കാല് കഴിയുകയാണ്. അപ്പോൾ ഇത് ഒരു പഴയ കാലഘട്ടത്തെ ഒരു വിശ്വാസത്തിലേക്ക്, പുരോഗമനപരമല്ലാത്ത മതേതരത്വമല്ലാത്ത വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊരു പരിശ്രമമാണ് ഇത്. മാത്രമല്ല, ഈ സ്കൂൾ നടത്തുന്ന RSSൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു, ഞങ്ങൾ കാല് കഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും. കാരണം എല്ലാ സ്കൂളുകളിലും കാല് കഴുകുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുന്ന കാര്യം പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഈ ഗവർണർമാരുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് കടന്ന് പോകാൻ വേണ്ടി പാടില്ല. എന്ന് മാത്രമല്ല, ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു ഭരണത്തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് ഏതുവരെ ഇടപെടാം എന്നതിനെ സംബന്ധിച്ചിടത്തോളവും ഭരണഘടനയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭരണഘടന ലംഘിക്കാൻ വേണ്ടി പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷവും ചില കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഉള്ളിൽ തട്ടുള്ള പ്രതികരണം കാണുന്നില്ല.